ഫ്രണ്ട്സ്, നമുക്കൊരു കുഴിമന്തി കഴിച്ചാലോ? കുഴിമന്തി എല്ലാവർക്കും ഇല്ലാട്ടോ. എന്റെ ചോദ്യത്തിന് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം കിട്ടുക. കൊടുങ്ങല്ലൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ കെട്ടിടം നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? കെട്ടിടത്തിന്റെ മനോഹാരിത കണ്ട് ഇത് ഏതെങ്കിലും സ്വകാര്യ മുതലാളിമാരുടേതാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,55,00,000 രൂപ ചെലവഴിച്ചാണ് ഈ ഭവന സമുച്ചയം നിർമ്മിച്ചത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. എത്ര കുടുംബങ്ങൾക്കാണ് ഈ ഭവന സമുച്ചയത്തിൽ വീട് ലഭിച്ചത്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ വേഗം കുഴിമന്തി കഴിക്കാം. ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു കുഴിമന്തി കഴിച്ചാലോ? കുഴിമന്തി എല്ലാവർക്കും ഇല്ലാട്ടോ. എന്റെ ചോദ്യത്തിന് ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനം കിട്ടുക. കൊടുങ്ങല്ലൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ കെട്ടിടം നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? കെട്ടിടത്തിന്റെ മനോഹാരിത കണ്ട് ഇത് ഏതെങ്കിലും സ്വകാര്യ മുതലാളിമാരുടേതാണെന്ന് തെറ്റിദ്ധരിക്കരുതേ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1,55,00,000 രൂപ ചെലവഴിച്ചാണ് ഈ ഭവന സമുച്ചയം നിർമ്മിച്ചത്. ഇനി ചോദ്യത്തിലേക്ക് വരാം. എത്ര കുടുംബങ്ങൾക്കാണ് ഈ ഭവന സമുച്ചയത്തിൽ വീട് ലഭിച്ചത്? പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ വേഗം കുഴിമന്തി കഴിക്കാം.